കാട്ടിലെ രാജാവായ സിംഹവും കുറുക്കനും കൂടി നായാട്ടിനിറങ്ങി. നടന്നു പോകുന്ന വഴിയിൽ അവർ ഒരു കഴുതയെ കണ്ടു. ഇന്നത്തെ നമ്മുടെ ഇര ദാ നിൽക്കുന്നു. അവനെ ഓടിച്ചിട്ട് പിടിക്കാനൊന്നും എനിക്കാവില്ല. അവനെ ഗുഹയിൽ വരുത്തിച്ച് കൊല്ലാം. അവനെ ഗുഹയിൽ എത്തിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്ക് തെളിഞ്ഞു കാണുന്നുണ്ട്. വാ കുറുക്കച്ചാരെ, നമുക്ക് ഗുഹയിലേക്ക് പോകാം. അവർ ഗുഹയിലേക്ക് നടന്നു. ദാ ഇത് പിടിക്ക്, ഇത് കഴുതയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു വരൂ. ഗുഹയിലെത്തിയ പാടെ സിംഹം കുറുക്കൻ്റെ കയ്യിൽ കഴുതയ്ക്കൊരു സന്ദേശം കൊടുത്തയച്ചു. കുറുക്കൻ അതുമായി കഴുതയുടെ അടുത്തെത്തി. കുറുക്കൻ ചേട്ടാ, എന്താണിത്? കഴുത ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാം, രാജാവ് തന്നയച്ചതാണ്. നീ തന്നെ വായിച്ചു നോക്കൂ. കഴുത അത് വായിച്ചു നോക്കി. എന്താണ് അതിനുള്ളിൽ? കുറുക്കൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഞങ്ങൾ കഴുതകൾ കാട്ടിലെ വലിയ ബുദ്ധിമാന്മാരായതുകൊണ്ട് രാജാവിന് ഞങ്ങളുടെ കൂടെ സഖ്യം ചേരണമെന്നാണ് പറയുന്നത്. കഴുത ഗമയോടെ കുറുക്കനോട് പറഞ്ഞു. കുറുക്കന് സിംഹത്തിന്റെ സൂത്രം പിടികിട്ടി. അവൻ കഴുതയെയും കൂട്ടി സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. സിംഹം ഒറ്റ ചാട്ടത്തിൽ കഴുതയുടെ കഥ കഴിച്ചു. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം, നീ ഈ ഭക്ഷണം കാത്തോളണം. സിംഹം കുറുക്കനോട് കൽപ്പിച്ചിട്ട് കുളിക്കാനായി പോയി. കുറുക്കൻ ഭക്ഷണത്തിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞ് ക്ഷമ നശിച്ചപ്പോൾ കുറുക്കൻ കഴുതയുടെ തലച്ചോറ് അപ്പാടെ ശാപ്പിട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സിംഹം തിരിച്ചെത്തി. എവിടെ ഇവൻ്റെ തലച്ചോറ്? സിംഹം അലറി വിളിച്ചു. അയ്യോ, ഞാൻ എടുത്തിട്ടില്ല. ഈ കഴുതയ്ക്ക് അല്പമെങ്കിലും തലച്ചോറുണ്ടായിരുന്നെങ്കിൽ അങ്ങൊരുക്കിയ കെണിയിൽ അവൻ വീഴുമായിരുന്നോ? കുറുക്കൻ ഉടനെ മറുപടി പറഞ്ഞു. ബുദ്ധിപരമായ വാക്കുകൾ എതിർക്കുന്നതിനേക്കാൾ നല്ലതാണ്.